എന്റെ നിലപാടുകൾ ഒരു ആഘോഷമോ സുഹൃത്ത് വലയങ്ങളുടെ കൂടെ ഇരുന്നേ ഞാൻ മദ്യപിക്കുകയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്ന് മദ്യപിക്കാറില്ല. മദ്യപിച്ച് മതോന്മത്തനായി പ്രത്യേക തെരുവിൽ ആളുകൾ കാണേണ്ടി വരുമോ? അതാ പറയാൻ വന്നത്. മദ്യപിക്കുന്നതിന് ഒരു അളവ് വേണം. പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ഒരിക്കലും മദ്യപിച്ച് തിരിച്ചറിവില്ലാത്തൊരവസ്ഥയിൽ ലൈഫിൽ കാണേണ്ടതില്ല. അത് എന്ത് ദുഃഖത്തിനാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും. ഞാൻ ചില കാര്യത്തിലൊക്കെ എങ്കിലും പൃഥ്വി അങ്ങനെ ഒരു മുൻ തീരുമാനമില്ലാതെ നീങ്ങുന്ന മനസ്സിൽ തോന്നുന്നു പറയാ, ഇങ്ങനെയൊക്കെ ഒരാളായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ മദ്യപാനത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു കർക്കശക്കാരനാവാൻ കാര്യം എന്താ വെച്ചാല് എന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ കൺട്രോളാണ്. ദേഷ്യം മാറ്റിവെച്ചാൽ എന്റെ കൺട്രോളാണ്. ദേഷ്യത്തിലാണ് എനിക്ക് കൺട്രോൾ ഇല്ലാത്ത, അതുകൊണ്ട് എനിക്ക് അതിനെ അത്ര ഇഷ്ടമല്ലാത്തൊരു വികാരമായി മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്റെ കൺട്രോളാണ് ഏറ്റവും വലിയ അസറ്റ്. ഈ മദ്യമാണ് ഒരാളുടെ കൺട്രോൾ അയാളുടെ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്. കൺട്രോൾ പോകുമ്പോൾ നമ്മൾ വൾണറബിൾ ആവും. എനിക്ക് വൾണറബിലിറ്റി ഒട്ടും ഇഷ്ടമല്ല. ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ വൾണറബിൾ ആവുക, മറ്റൊരാളുടെ മുമ്പിൽ നിയന്ത്രണം ഇല്ലാതെ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനിടവരത്തില്ല. മലയാള സിനിമയിൽ ഒരുപാട് കോക്കസ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. ചില നായന്മാരുടെ കോക്കസ് ഉണ്ടാക്കുന്നു, ചില മുസ്ലിങ്ങളുടെ കോക്കസ് ഉണ്ട്, ചില ക്രിസ്ത്യാനികളുടെ കോക്കസ് ഉണ്ടാക്കുന്നു. ഇവർക്കിടയിൽ പൃഥ്വിയുടെ സ്ഥാനം എവിടെയാണ്? ഞാൻ അങ്ങനെ ഒരു കോക്കസ് ഉള്ളതായിട്ട് തന്നെ എനിക്ക് കേട്ടിട്ടില്ലെന്നല്ല, ഞാൻ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഞാൻ എല്ലാത്തരം ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, എല്ലാത്തരം സംവിധായകരുടെ കൂടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കോക്കസുകൾ ഉണ്ടെങ്കിൽ ഒരു കോക്കസിന്റെയും ഭാഗമല്ല ഞാൻ. പൃഥ്വി അതായത് ചില സമയത്തൊക്കെ പൃഥ്വി എടുക്കുന്ന ചില നിലപാടുകൾ, അതായത് പൃഥ്വി ഒരു ഓവർ പ്രിക്കോഷനായി പോകുന്നു സംശയം. ഉദാഹരണം തിലകന്റെ കാര്യത്തിൽ ഇപ്പം അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരുപാട് സങ്കീർണ പ്രശ്നങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടാവുകയും ചെയ്തു. പല ആളുകളും പല പക്ഷപാതപരമായ നിലപാടുകൾ എടുക്കുകയും ചെയ്തു. ആദ്യ സമയത്തൊക്കെ തിലകന്റെ നിലപാടുകളെ പൃഥ്വി അനുകൂലിച്ചു. എന്നാൽ കുറച്ചു കഴിയുമ്പം ഒരു അർത്ഥവത്തായ മൗനം പൃഥ്വിയിലുണ്ട്. പൃഥ്വി പറയുന്നില്ല. ഇല്ല, എന്നോടാരും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് പറയുന്നതാ. അല്ല, ഇത് ആർക്ക് അനുകൂലം എന്നുള്ളതല്ല. ഇത് നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു, അതായത് ഇപ്പം നടൻ എന്നുള്ള നിലയിൽ ഞാൻ എന്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പൊ തിലകൻ എന്ന് പറയുന്ന നടന് സംഘടിതമായി ഒരു സംഘടന തൊഴിലവകാശം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്, ശിക്ഷാർഹമാണ്. ഒരു പൗരനും അയാളുടെ തൊഴിൽ മേഖലയിൽ തൊഴിൽ നിഷേധിക്കാൻ ആർക്കും അവകാശമില്ല. അതിന്റെ മറുവശം, ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു തിരക്കഥാകൃത്തിന് തിലകൻ എന്ന് പറഞ്ഞ നടന്റെ കൂടെ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അയാളെ സിനിമയിൽ ഇട്ടേ പറ്റൂ എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അപ്പൊ അത് ഒരു സംഘടന എന്നുള്ളത് ഞാൻ പറഞ്ഞു വന്നത്. തിലകൻ സാറിന്റെ പ്രശ്നം എന്റെ അറിവിൽ ഒരു സംഘടന എന്നുള്ളതിലുപരി വ്യക്തിപരമായ പ്രശ്നമാണ്. ഒരുപാട് ആൾക്കാർക്ക് വ്യക്തിപരമായി തിലകൻ സാറിനോട് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹം അവരുടെ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് ഭയങ്കരമായ ബുദ്ധിമുട്ട് വ്യക്തിപരമായുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നായക നടന് തിലകൻ സാറിനോടൊപ്പം അഭിനയിക്കാൻ വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയാൾ ആ ഡയറക്ടറോട് പറയാണ്, തിലകൻ സാറ് അഭിനയിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ തിലകൻ സാറ് ഉണ്ടായാൽ പറ്റില്ല എന്നയാൾ. ഇപ്പോ എന്റെ ബദ്ധ ശത്രുവായ ആളുടെ കൂടെ എനിക്ക് പ്രവർത്തിക്കാൻ എനിക്ക് പറ്റില്ല. അത് ഒരാൾ അഭിപ്രായപ്പെടുന്ന നമുക്ക് എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നത്? പക്ഷേ ഒരു സംഘടന തൊഴിൽ നിഷേധമല്ലേ? അല്ല, തൊഴിൽ നിഷേധം അത് വ്യക്തിപരമായി നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ എനിക്ക് സാറിന് ഇഷ്ടമല്ലെങ്കിൽ എനിക്ക് ഏഷ്യാനെറ്റ് വിളിച്ച് പറയാം, ഞാൻ ഇന്റർവ്യൂവിന് വരാം, പക്ഷെ ശ്രീകണ്ഠൻ നായർ ഇന്റർവ്യൂ ആണെങ്കിൽ ഞാൻ ഇന്റർവ്യൂ തരില്ല എന്ന് പറയാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട്. അത് തൊഴിൽ നിഷേധം അവകാശപ്പെടാൻ പറ്റില്ല. അതൊരു വ്യക്തിപരമായ വ്യക്തിപരമായ നിലപാടാണ്. അപ്പൊ അങ്ങനെ തിലകൻ സാറിനെതിരെ വ്യക്തിപരമായ നിലപാട് ഓരോരുത്തർ എടുക്കുന്നതിന് നമുക്ക് എന്ത് അഭിപ്രായം പറയാം? അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് അതിനകത്ത് ഇടപെടാൻ പറ്റില്ല. ഒരു സംഘടന ചേർന്നിട്ട് ഫെഫ്ക ആണെങ്കിലും അമ്മയാണെങ്കിലും ആക്ടർ ആണെങ്കിലും ഒരു സംഘടന ചേർന്ന് പറയാണ് ഇന്ന ആളെ നമ്മൾ സഹകരിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ അത് തൊഴിൽ നിഷേധമാവും. പക്ഷെ അങ്ങനെ ഒരു സംഘടന പറഞ്ഞിട്ടില്ല. ഇപ്പൊ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട്. സംഘടനകളെല്ലാം ചേർന്ന് കുട്ടിച്ചോറാക്കുന്ന ഒരു സ്ഥലമായി മാറിയോ മലയാള സിനിമ? സംഘടനാ പ്രവർത്തനങ്ങൾ ഈ പോക്കിൽ പോവുകയാണെങ്കിൽ ഈ വളരെ താമസിക്കാതെ വളരെ ദോഷകരമായ മലയാള സിനിമയെ അത് ബാധിക്കും. പിന്നെ എനിക്ക് ഈ ടെക്നീഷ്യൻസ് അസോസിയേഷനെ പറ്റി എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഒന്നിന്റെയും ഭാഗമല്ലാത്തതുകൊണ്ട് എന്താണ് പ്രവർത്തനം എന്ന് എനിക്കറിയില്ല. ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഒരു നല്ല കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അവർ ഈ മാസം കൊടുക്കുന്ന പെൻഷൻ അത് 2500 രൂപ ആയിക്കോട്ടെ, നിസ്സാരമായ തുക ആയിക്കോട്ടെ, പക്ഷെ അത് 60 70 ആൾക്കാർക്ക് അത് കൊടുക്കുന്നുണ്ടെന്ന് പറയുന്ന അതിലെ നന്മ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അത് ചെയ്യുന്നുണ്ട്. അത് പൃഥ്വിയുടെ അച്ഛന്റെ കാലം മുതലേ തന്നെ അഭിനയിച്ചിട്ടുള്ള തഴക്കം വന്ന മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ഇപ്പോഴും സിനിമയിൽ കത്തി നിൽക്കുകയാണ്. അപ്പോ പൃഥ്വി കുറച്ച് മമ്മൂട്ടിയിലേക്ക് ചായുന്നു എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. ഞാനെങ്ങനെ മമ്മൂട്ടിയിലേക്ക് ചായുന്നത്? അതായത് മമ്മൂട്ടിയുമായി കുറച്ചുകൂടെ ചങ്ങാത്തം വയ്ക്കുക, അദ്ദേഹത്തിന്റെ സിനിമകൾ ഞാൻ ആദ്യം ഇവർ രണ്ടുപേരിലും ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്തത് അത്രേ ഉള്ളൂ. അല്ല, ആദ്യം കമ്മിറ്റ് ചെയ്തത് ലാലേട്ടനായിട്ടുള്ള സിനിമയാണ്. ലാൽ ജോസ് സംവിധാനം ചെയ്യുന്ന കസിൻസ് എന്ന് പറയുന്ന മോഹൻലാലും ഞാനും ചേട്ടനും അനിയനുമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്തത്. പക്ഷെ അതിന്റെ സ്ക്രിപ്റ്റിന്റെ ചില പ്രശ്നങ്ങൾ കാരണവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നടന്നിട്ടില്ല. അത് ഞാൻ ലാൽ ജോസിനോട് ഞാൻ പറയും, മോഹൻലാൽ പറയുന്ന ഡേറ്റ് ലാലേട്ടൻ പറയുന്ന സമയത്ത് ഞാൻ ഇത് വന്ന് അഭിനയിക്കും എന്ന് ഞാൻ
ലാൽ ജോസിനോടും ലാലേട്ടനോടും ആന്റണി പെരുമ്പാവൂരിനോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, നേരെ മറിച്ച് വളരെ പെട്ടെന്ന് എനിക്കൊരു ക്ഷണം കിട്ടിയ പ്രോജക്റ്റാണ് പോക്കിരി രാജ. അപ്പൊ അതില് മമ്മൂക്കയാണ് ഒരു താല്പര്യം പറഞ്ഞത്, ഇന്ന ഈ കഥാപാത്രം പൃഥ്വിരാജ് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് എന്നോട് ആ സിനിമയുടെ കഥ വന്ന് പറഞ്ഞു. അതൊരു ഉദാർത്ഥമായ സിനിമയൊന്നുമല്ല, പക്ഷെ ഓരോ സിനിമകൾക്കും ഓരോ ഉദ്ദേശമുണ്ട്. ആ സിനിമയുടെ ഉദ്ദേശം ഒരു ഭയങ്കര വലിയ കമേഴ്ഷ്യൽ എക്സ്ട്രാവാഗൻസ് തിയേറ്ററിൽ കൊണ്ടുവരിക, പ്രേക്ഷകരെ അങ്ങോട്ട് കൊണ്ടുവന്നൊരു വലിയ ആഘോഷം ഉണ്ടാക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി എഴുതി നിർമ്മിക്കപ്പെട്ട സിനിമയാണ്. ആ ഉദ്ദേശത്തിനത് ഒരു ബ്യൂട്ടിഫുൾ പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ ഓക്കെ, ഞാൻ അത് കമ്മിറ്റ് ചെയ്തു, ഞാൻ ചെയ്തു. അല്ല എനിക്ക് മമ്മൂട്ടി, മോഹൻലാൽ ഇതൊന്നും അല്ല എന്റെ പ്രശ്നം. സിനിമ, ആ സിനിമയുടെ മീൻസ് എന്തിനാ സിനിമ തിയേറ്ററിൽ എത്തണം, ആ സിനിമയിൽ ഞാൻ എന്തിനു വേണം, ഇത്രേ ഉള്ളൂ എനിക്ക്. അല്ല അതിൽ ഞാൻ മമ്മൂട്ടിയോട് അഭിനയിക്കുന്നോ മോഹൻലാലോട് അഭിനയിക്കുന്നോ ഞാൻ ആരോട് അഭിനയിച്ചാൽ എനിക്ക് അത് ഒരു ഇഷ്യൂ അല്ല. പൃഥ്വി ഒരു സ്ക്രിപ്റ്റ് കേട്ടു, പൃഥ്വിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല. പൃഥ്വി ഈ കഥ ആരോടെല്ലാം പറയുമോ? പൃഥ്വി ഒരു സ്വകാര്യം കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് മലയാള സിനിമയിൽ നിന്നാവൂ.